ഹേ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജോബ്സ് യൂണിവേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എൻ്റെ കസിൻ്റെ മാരേജാണ് ഗൈസ്. സോ നിങ്ങൾക്ക് ഈ ഗിൽറ്റ്സൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് തിളങ്ങി വേണമല്ലോ പോകാനായിട്ട്. സോ ഞാൻ തിരക്ക് പിടിച്ച് ചടപടേന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. 11 മണിക്കാണ് കെട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സിന് കൂടുതലുണ്ട്. അപ്പം അതിന് മുന്നേ നമുക്ക് ഇവിടെ എത്തണം, അതിന് മുന്നേ വീഡിയോ എടുക്കണം, എല്ലാം തിരക്ക് പിടിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ ഡ്രസ്സ് ആദ്യമേ തന്നെ വെയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ചിലപ്പോൾ ഞാൻ പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല, കാരണം സമയം പോകും. അതുകൊണ്ട് ഞാൻ ഓർത്തത് ഇത് ഷോർട്സ് ആയിട്ട് ഇടാമെന്നാണ് കേട്ടോ. പക്ഷേ ഷോർട്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് കഥ പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കഥയും പറയാനുള്ളത് കൊണ്ട് ഞാനെന്നാൽ കഥയൊക്കെ പറഞ്ഞ് വേഗം നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്ത് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്നോട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേര് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കുമ്പം നിങ്ങളെ ഫേസ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിത് സെൽഫി വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ മേ ബി ഇത് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നോക്കിയിട്ടായിരിക്കുള്ളൂ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല, അതായത് ഞാൻ ക്യാമറയിലല്ല നോക്കുന്നത്, അപ്പോൾ എൻ്റെ ഫേസിൽ നോക്കി സംസാരിക്കുന്നതുകൊണ്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ഇടാനല്ല ആക്ച്വലി വിചാരിച്ചിരുന്നത്. ഞാൻ മിന്ത്രയെന്നാണ് സാധാരണ എൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ഞാൻ ചൂസ് ചെയ്യുന്നത് മിന്ത്രയെന്നാണ്. അപ്പോൾ മിന്ത്രയിൽ നിന്ന് ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നിമിഷമാണ് മറന്നു പോയിരുന്ന കാര്യം. ഒരു 1 വീക്കിനുള്ളിൽ ഞാൻ ഓർഡർ ചെയ്തു. അപ്പം ഡേറ്റൊക്കെ ഏകദേശം അതിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഡേറ്റിനെയിൽ മുന്നേ കിട്ടും. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സാധാരണ മിന്ത്ര എന്നെ ചതിക്കാറില്ല. ഞാൻ ഏത് ഡ്രസ്സാണ് ബുക്ക് ചെയ്തതെന്നുള്ളത് ഞാനിവിടെ പിക്ചർ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഡ്രസ്സ് എനിക്ക് മെനിഞ്ഞാന്ന് കിട്ടി. അത് മെനിഞ്ഞാന്ന് കിട്ടേണ്ടതല്ല, ഞാനിങ്ങനെ എങ്ങനെയോ എനിക്ക് കിട്ടിയതാണ് ആ സമയത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡേറ്റ് ചിലത് വല്ലപ്പോഴും ആണ് ഡേറ്റ് മാറ്റാറുള്ളത്. അങ്ങനെ എനിക്ക് കിട്ടി, മെനിഞ്ഞാന്ന് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ആ പാക്കറ്റ് നോക്കി, അത് പൊട്ടിച്ച് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ കേർട്ടൻ എങ്ങനെ ഉണ്ടാവും, അതാണ് എനിക്ക് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടൻ എടുത്ത് എങ്ങനെ ഒന്ന് ഇട്ടാലിരിക്കും അതേപോലെ. ഞാൻ സൈസ് ചാർട്ടൊന്നും നോക്കിയിട്ടല്ല ഞാൻ മേടിക്കുന്നത്. കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് സൈസ് ചാർട്ട് സെയിമായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരക്ക് പിടിച്ചതും എൻ്റെ ഒരു മണ്ടത്തരവും കൂടെയാണ്. ഞാനപ്പോൾ എന്ത് ചെയ്തു, ഷടപടെ ഓർഡർ ചെയ്തു. അത് വന്നത് എക്സ്ട്രാ സൈസായിപ്പോയി, കർട്ടൻ പോലെ ആയിപ്പോയി. ലാസ്റ്റ് മൊമെൻ്റാണ്. എനിക്കൊന്നും ചെയ്യാൻ വേറെ നിവർത്തിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. അയ്യോ ഇനി എന്ത് ചെയ്യും, ഡ്രസ്സ് എനിക്ക് സെറ്റായിട്ടില്ല, എന്ത് ചെയ്യും. ലിറ്ററലി എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആയിരുന്നു. കുറച്ച് മണിക്കൂറത്തേക്ക് ഞാനിവിടെ ഒരുവിധം ഇളക്കി മറിച്ചൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ പോയി ഈ ഡ്രസ്സ് മിറാക്കിൾ ബൊട്ടിക്കിൽ എടുക്കുന്നത് ഗൈസ്. ഇന്നലെയാണ് ഇത് എടുക്കുന്നത്, മിറാക്കിൾ ബൊട്ടിക്കിൽ. അങ്ങനെ മിറാക്കിൾ ബൊട്ടിക്കിൽ ഞാനിത് എടുക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെടുത്തതൊന്നും അല്ല. ഞാൻ കമ്പാരിറ്റീവ്ലി ഭേദമാണ്, ഓക്കെ ആയിരിക്കും എന്ന് തോന്നിയിട്ട് എടുത്തൊരു ഡ്രസ്സാണ്. കാരണം അവിടെ ചെന്നപ്പം മൊത്തം എന്തോ നമ്മുടെ മനസ്സിന് പിടിച്ചൊരു സാധനം നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അതൊക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ഒന്ന് വരച്ചായിരുന്നു, വേറെ വഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാനല്ലേ. അവസാനം ശരി എന്നാൽ ഈ ഡ്രസ്സ് തന്നെ മതി, ഈ ഡ്രസ്സ് തന്നെ ഓക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇവിടെ വേറൊരു ട്വിസ്റ്റുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ തിരക്ക് പിടിച്ചാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ കാർ വാഷിന് കൊടുത്തിട്ടുണ്ട്. കാർ വാഷിന് കഴിഞ്ഞിട്ട് കിട്ടുന്നത് 10 മണിക്ക് കിട്ടുള്ളൂ. അപ്പോൾ 10 മണിക്കുള്ളിൽ നമ്മൾ റെഡി ആയാൽ മതി. സമയം ഇപ്പോൾ ഏകദേശം 9:45 ആവുന്നുണ്ട്. 10 മണിക്കുള്ളിൽ റെഡിയാവും. വേഗമാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. 10 മണിക്കുള്ളിൽ അത്ര വലിയ സാധനങ്ങളൊന്നുമില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നത് നിങ്ങൾ കാണുവാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ശരിക്കും എന്ന് ചിന്തിക്കും.
കാരണം എൻ്റെ മാത്രം കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് സ്യൂട്ടാവുന്നത് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് പ്രൊഫഷണലി എല്ലാവരും ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. എന്തായാലും മേക്കപ്പ് ഇടുമല്ലേ, എന്നാൽ പിന്നെ ആ കഴുത്തിലും കൂടെ കുറച്ചിട്ടൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കഴുത്തിൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒലിച്ച് വരും. എന്നാലും ഞാൻ കുറച്ച് വാരി തേച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തേച്ചിട്ടേ പോവുള്ളൂ. ബട്ട് എനിക്ക് തടി വെച്ച സമയത്ത് കഴുത്ത് വറക്കാൻ വന്നതാണ്. അത് എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല, ഞാൻ മാറ്റിയെടുക്കും. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ചിലരോടൊക്കെ അതായത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ കാര്യം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ അധികം ഒന്നും യൂസ് ചെയ്യത്തില്ല, കുറച്ച് ലേശം, പിന്നെ ഇവിടെയും കൂടെ തേച്ച് കൊടുക്കും. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും, കാരണം ഇത് ലേശം ഇട്ടാൽ തന്നെ ചുമന്ന് തുടുത്തിരിക്കും. നമ്മുടെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുന്നവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. കാരണം എങ്ങനെ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് ശരിക്കും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്ന പോലുമില്ല, സെറ്റാവില്ല. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ പോയി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. എന്തായാലും എന്താവും നോക്കാം. അടുത്തത് എനിക്ക് പിന്നെ വേറൊരു അതായത് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് ഐ മേക്കപ്പ്. ഐഷാഡോ പാലറ്റിൽ കുറേ ഉള്ളതുകൊണ്ട് ഏതിടണം, ഏതിടണം എന്നൊക്കെ ഓർത്ത് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. അതെ, ആക്ച്വലി എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ നോക്കിയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് ഇതിപ്പം ഓവറായിട്ട് തോന്നുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ സെറ്റായിക്കോളും. ഓക്കെ, നമുക്ക് കണ്ണിൻ്റെ മേളിൽ മാത്രം ഇട്ടാൽ പോരാ. ഈ സൈഡ് ഇവിടെ ഇല്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡാർക്ക് സർക്കിൾസൊക്കെ എടുത്ത് കാണിക്കും. അത് നമുക്ക് കാണാതിരിക്കാനായിട്ട് ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് അവിടെയും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതിന് കണ്ണെഴുതുകയാണ് വേണ്ടത്. എനിക്ക് ഐലൈനർ ഇതിൽ നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഐലൈനർ വരച്ചിട്ട് ഇതിപ്പരം. ഓക്കെ, സക്സസ്, ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് DM-ൽ മെസ്സേജ് വന്ന കാര്യമായിരുന്നു, എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്താണ് വ്യത്യാസം, അയ്യോടാ ഒട്ടി. അല്ലെങ്കിലും അങ്ങനെ തിരക്കുടിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ, അത് പോട്ടെ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, വെറുതെ തുടങ്ങിയതാണ്. അതായത് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന അത്ര സിമ്പിളൊന്നുമല്ല. നമുക്ക് കോണ്ടൻറ്റ് കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഞാനങ്ങനെ ഞാൻ വലിയ ഫെയിം ആയേക്കാം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് തുടങ്ങിയതൊന്നുമല്ല. ഞാൻ അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് നിങ്ങളെയൊക്കെ സംസാരിച്ച് വെറുപ്പിക്കാം എന്നൊക്കെ ഉള്ളൊരു തോട്ടോടെ തുടങ്ങിയതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. പിന്നെ മെയിൻ കാര്യം ചോദിച്ചത്, മോണിറ്റൈസേഷൻ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, നിർത്തിപ്പോവോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ മോണിറ്റൈസേഷൻ ആവണം, എനിക്കിതിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കണം എന്നൊന്നും വിചാരിച്ച് തുടങ്ങിയ ഒരാളല്ല. ഇപ്പം തന്നെ പറഞ്ഞേക്കാം, ഇൻ കേസ് ആയില്ലെങ്കിൽ കൂടിയും എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ ജോബ്സ് യൂണിവേഴ്സ് എന്നാണ്. സോ എന്നെ ബിലോങ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഏകദേശം അപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിയാറായി. കറക്റ്റായിട്ട് രാവിലെ കറണ്ട് പോയി. ഇൻവെർട്ടറിലാണ് ഇതൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. എനിക്ക് ഭയങ്കര ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ഇതാണ്, എൻ്റെ ലിപ്സ്റ്റിക്ക്. ഇങ്ങനെ നോക്കിയിട്ട് എനിക്കിടാൻ പറ്റുന്നില്ല, ഞാനിട്ടിട്ട് വരാം. ഇത് ഞാൻ മെബ്ലിൻ്റെ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ ഒരു ഷെയ്ഡ് എനിക്കിതിന് കുറച്ചും കൂടി സ്യൂട്ടായി പോകുന്ന പോലെ തോന്നി. സോ അതിടാം. നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ബുള്ളറ്റ് ലിപ്സ്റ്റിക് അല്ലേ, എന്തിനാണ് ബ്രഷൊക്കെ കൊണ്ടിടുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആക്ച്വലി ലിപ് ലൈൻ ചെയ്തില്ല. എനിക്ക് ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതായത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ നന്നായിട്ട് ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ ബ്രഷ് വെച്ച് ഇടുമ്പോൾ നമുക്ക് ലിപ് ലൈൻ എക്സ്ട്രാ ഇടേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് തന്നെ നമുക്ക് ലിപ്പ് മൊത്തം നന്നായിട്ട് വരച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ
എൻ്റെ ഏകദേശം ഫേസിലെ മേക്കപ്പ് ഒരു കാര്യം കൂടി ഉണ്ട്, ഇനി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനുണ്ട്. അതർവൈസ് ബാക്കിയൊക്കെ ഓക്കെയാണ്. എല്ലാം ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇതും കൂടി കഴിയുമ്പോൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വണ്ടി ഇതുവരെ വന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഞാൻ കുറച്ച് മടിയുന്നത്. പയ്യെ ചെയ്താൽ മതി, വണ്ടി ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു. പിന്നെ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഗൈസ്. കാരണം കുറേ നാളിന് ശേഷം ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ വരുമ്പോഴാണ് എല്ലാവരെയും ഒരുമിച്ച് കാണുക അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ കസിൻസിനെയൊക്കെ കണ്ടിട്ട് കുറേ ആയി. സോ എല്ലാവരും ഒന്ന് കാണാനായിട്ട് ഭയങ്കര ആകാംക്ഷയാണ്. സോ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെ ഞാൻ ചെയ്തു എന്നൊക്കെ ഞാൻ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ എനിക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മുടെ ഫേസിൽ വലിയ കടമ്പ കഴിഞ്ഞു. അടുത്തത് ഇനി ഹെയർ ചെയ്യണം. അതിന് മുന്നേ ഫേസ് ഇനി ഒന്ന് സെറ്റിംഗ് സ്പ്രേ അടിച്ച് സെറ്റ് ചെയ്യാം. ഹെയർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ടാസ്ക് പിടിച്ചൊരു പണിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ നേരത്തെ അറിയാവുന്നവർക്കറിയാം, ഞാൻ എൻ്റെ ഹെയറിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞ മുടിയാണ് ഗൈസ് ഇപ്പോൾ ഇങ്ങനെ വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തു, സ്മൂത്തൻ ചെയ്തു, ഒക്കെ ചെയ്തു. ഹെയർ പിന്നെ വളർന്നു തുടങ്ങിയപ്പോൾ ബെൻഡായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നെങ്കിൽ അഴിച്ചിട്ടിട്ട് പോകാനും പറ്റൂല, കെട്ടി വെച്ചാലൊരു ഭംഗി വരത്തില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഹെയർ ഒന്ന് അയൺ ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് അഴിച്ചിട്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത് കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശോകമായിരിക്കും അല്ലേ. അഴിച്ചിടുന്നത് തന്നെയാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പം ഹെയർ ഒന്ന് അയൺ ചെയ്ത് ഇനി സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിക്കുന്നതോടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഹെയർ അയൺ ചെയ്തു ഗൈസ്. അയൺ ചെയ്തപ്പം ഭയങ്കര ഒട്ടിയിരിക്കുന്ന ഫീൽ വന്നു. ഞാനങ്ങനെ ചെറുതായിട്ട് ഒന്ന് വേവി പോലെ ആക്കിയിട്ടുണ്ട്, സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാർ വാഷിന് പോയ കാറൊക്കെ കുളിച്ച് കുട്ടപ്പനായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി. ഇനി ബാക്കി ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ ഇതിനെല്ലാം ഇനി സമയമില്ല. കമ്മലിടാനുണ്ട്, അതുപോലെ തന്നെ വാച്ചൊക്കെ ഇടാനുണ്ട്. അതുകൂടി ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. വളരെ സിമ്പിളായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.